ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബത്തേരി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് എന്താ പറയുക, ഒരു ജ്യൂസൊക്കെ അടിച്ച്, പക്ഷേ ജ്യൂസ് കഴിച്ചപ്പോഴേക്കും എന്തോ പോലെ അയ്യോ, എന്താ പറയുക, ഇങ്ങനെ ഒരു ജ്യൂസ് ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. കൂടെ ഒരു പപ്സും കൂടി കേട്ടോ വാങ്ങിയേ. എൻ്റെ അമ്മച്ചി എങ്ങനെയാണ് തിന്ന് തീർത്തതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഏട്ടന് കടി വേണ്ടാന്ന് പറഞ്ഞ ഏട്ടൻ ജ്യൂസ് മാത്രം കേട്ടോ കുടിച്ചത്. അല്ല, ജ്യൂസല്ല ഏട്ടൻ ചായ കുടിച്ചത്. തിരിച്ച് വരുന്ന വഴിക്ക് പിന്നെ കുറച്ച് പൈനാപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. മക്കൾ വീട്ടിലുണ്ടാവല്ലോ, അപ്പോൾ പിന്നെ അവരെന്തെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. അപ്പോൾ പിന്നെ പൈനാപ്പിളും കുറച്ച് ആപ്പിളും ആണ് വാങ്ങി. തക്കുന് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണം, അത് അവൾ തന്നെ അകത്ത് കൊണ്ടുവെക്കുകയും വേണം. അതാണ് അവളുടെ അവൾക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ ഇന്നൊരു മരണം വീട്ടിൽ പോയതാണ്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അരക്കിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ടാണ് അകത്ത് കയറി. ഒന്നാമത് രാവിലെ കഞ്ഞിയൊന്നും കുടിക്കാണ്ട് പോയതാണ്. രാവിലെ ഉപ്പുമാവ് കഴിച്ചിട്ട് പോയതാട്ടോ. പിന്നെ അവിടുന്ന് വന്നത് ഒരു 1:30 ഒക്കെ ആയിട്ടോ. പിന്നെ ബത്തേരിയിൽ നിന്നും കുറച്ചും കൂടി ദൂരമുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ജ്യൂസൊക്കെ കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം. ജ്യൂസ് കഴിച്ചപ്പോഴേക്കും വിശപ്പൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അലക്കിയും കൂടി ഇട്ടിട്ട് പിന്നെ അകത്തേക്ക് കയറാമെന്ന്. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് മഴക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നൈറ്റിത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഇന്ന് കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോരൻ വെക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ആദ്യം ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു എരിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എരിവില്ലാത്തൊരു മുളകാണ്. ഞങ്ങൾ കറിമുളക് എന്നാണ് കേട്ടോ പറയുക. ഇതിൻ്റെ ഒരു സൈസ് കൂടി ഉണ്ട്. അത് നീളത്തിൽ, നമ്മുടെ പച്ചമുളകില്ലേ അതുപോലെ നീളത്തിൽ, പക്ഷേ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. ഇതിനേക്കാൾ ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കിട്ടിയത് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഞാൻ മറ്റത് കൊണ്ട് തൈയൊക്കെ കൊണ്ട് പിടിപ്പിച്ചതായിരുന്നു, പക്ഷേ ഉണങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടിയത് കൊണ്ട് ഉപ്പേരി വെക്കാം അല്ലേ. അപ്പോൾ ഈ മുളക് എന്താ കുനുകുനാന്നരിയാം. എൻ്റെ കട്ടിംഗ് ബോർഡ് ഇത്തിരി കറുത്ത് പോയിട്ടുണ്ട്, ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം വെളുപ്പിക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ മുളക് കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ സവാളയാണ് കൂടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുനുകുനാന്നരിയാം. അപ്പോൾ മുളകിൻ്റെ ഉൾഭാഗമാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുകിട്ട് പൊട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞ് കുനുകുന അരിഞ്ഞ സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ കളർ ചേഞ്ച് ഒന്നും ആവണ്ട. അതിലേക്ക് ഇപ്പോൾ തന്നെ ഞാൻ മുളക് ഇടും കേട്ടോ. അപ്പോൾ അരിഞ്ഞതിലേക്ക് മുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് വേണ്ട, അത്യാവശ്യത്തിനുള്ള ഒരു ചെറിയൊരു എരിവ് ഇതിലുണ്ടാവും കേട്ടോ. തീരെ എരിവില്ലാണ്ടല്ല, കുറച്ച് എരിവുണ്ടാവും. പിന്നെ വേണ്ടവർക്ക് മുളക് ഇടാം, എരിവിനാവശ്യമായിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇടുന്നില്ല, കാരണം അത്യാവശ്യം ഇതിൽ എരിവുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയത് നമ്മുടെ ഉപ്പേരിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ജീപ്പ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ പണിക്കാരെയും കൊണ്ട് പോയതാണ് ഭക്ഷണമൊക്കെ ആയിട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു മരണം. അങ്ങനെ തിരിച്ചു വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു മരണം. അപ്പോൾ എന്തായാലും പണി നടക്കില്ല എന്ന് വിചാരിച്ച ഏട്ടൻ ജീപ്പ് അവിടെ നന്നാക്കാൻ കൊടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ കൊടുത്ത സാധനങ്ങൾ മൊത്തം ജീപ്പിലുണ്ട്. ഏട്ടൻ വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത്. എനിക്ക് ഒറ്റയ്ക്ക് മുറ്റത്തിറങ്ങാൻ പേടി കേട്ടോ രാത്രി ആയാലും. അപ്പോൾ തുണിയൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഏട്ടൻ വന്ന ഉടനെ ഓടിയതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിൽ രാവിലെ കൊണ്ടുപോയ സാധനങ്ങൾ മൊത്തം ഉണ്ട്. അരി, വെള്ളം, കൈ കഴുകാനും കുടിക്കാനൊക്കെയുള്ള വെള്ളം, പിന്നെ വിറക്, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഇറക്കണം. അപ്പോൾ തക്കുവിൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഒരു 5 മണി 4:30 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. രാവിലെ പണിക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ചോറ് വെക്കേണ്ട ഒരു ഇത് കുറഞ്ഞ് കിട്ടിയിട്ടോ. കാരണം ഇവിടെ നിന്നല്ല പണിക്കാർ കൊണ്ടുവന്നത്, എൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. അപ്പം എത്ര ആൾ പണിക്കാരുണ്ടാവും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ പറയും വേണ്ട, ഇല്ല ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോവില്ലേ. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അവിടുന്ന് ഞാൻ കഞ്ഞി വെച്ചോളാം, പിന്നെ ഉപ്പേരിയും കറിയും ആക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പേരിയും കറിയും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏട്ടന് കുടിക്കാനുള്ള വെള്ളം അതും റെഡിയാക്കണം. പിന്നെ അവർക്കുള്ളത് മീൻ വറുക്കണം, വെള്ളം റെഡിയാക്കണം. അങ്ങനെ കഞ്ഞി മാത്രമേ അവിടെ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം. എല്ലാം ഒരുക്കി വണ്ടിയിൽ കയറ്റി വെച്ചാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നറിയോ, തിരക്ക് പിടിക്കുമ്പോൾ എനിക്കും ദേഷ്യം പിടിക്കും, ഏട്ടനും ദേഷ്യം പിടിക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ കൊണ്ടുവിടണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലാവും. അതിന് നല്ലത് നമ്മൾ വേഗം തന്നെ ആക്കി വണ്ടിയിലൊക്കെ ആക്കി വെച്ച് കൊടുത്താൽ പിന്നെ ഏട്ടനൊന്നും മിണ്ടാൻ വരില്ല. അപ്പോൾ ഏട്ടനെ പറഞ്ഞു വിട്ട് സമയം നോക്കിയപ്പോഴേക്കും 6:40 ഇനിയിപ്പോൾ കുറച്ച് തുണി ഉണക്കാനുണ്ട്. അത് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു എന്നല്ല, രാവിലത്തെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.